വെൽക്കം ടു ഓൾ ടു ANT Law World. MSCT കേസുകളിൽ RC ഓണർക്കെതിരെ പേ ആൻഡ് റിക്കവറി അവാർഡ് പാസ്സാക്കപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലൂടെ നാം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്രകാരം ഒരു പേ ആൻഡ് റിക്കവറി അവാർഡ് പാസ്സാക്കി കഴിഞ്ഞാൽ RC ഓണർക്ക് അത്തരമൊരു പേ ആൻഡ് റിക്കവറി അവാർഡിനെതിരെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സാധാരണഗതിയിൽ MSCT കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതിന് ശേഷം യഥാസമയം കോടതിയിൽ ഹാജരായി കോടതിയിൽ നിന്നും ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാതെ വരുമ്പോഴാണ് പേ ആൻഡ് റിക്കവറി അവാർഡ് പാസ്സാക്കുന്നത്. അപ്രകാരം പേ ആൻഡ് റിക്കവറി അവാർഡിന് ശേഷം റവന്യൂ നടപടികൾക്കായി ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ പെറ്റീഷനിലും RC ഓണർക്കും കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കുന്നതാണ്. ഇപ്രകാരം നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ RC ഓണർക്ക് കോടതിയിൽ ഹാജരായി ഫയൽ ചെയ്യപ്പെട്ട RR പെറ്റീഷനെതിരെ കൗണ്ടർ ഫയൽ ചെയ്യുവാനും അതോടൊപ്പം ഏത് രേഖ ഹാജരാക്കാതിരുന്നത് കൊണ്ടാണോ പേ ആൻഡ് റിക്കവറി അവാർഡ് ഓർഡർ ആയത് ആ രേഖ ഹാജരാക്കുവാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം എക്സ് പാർട്ടി അവാർഡ് സെറ്റസൈഡ് ചെയ്യുവാനുള്ള ഒരു പെറ്റീഷനും ഫയൽ ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ഫയൽ ചെയ്താൽ കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും അവരുടെ വാദം കേൾക്കുകയും ഉചിതമായ ഉത്തരവ് പാസ്സാക്കുകയും ചെയ്യും. പ്രസ്തുത ഉത്തരവ് RC ഓണർക്കെതിരായാൽ ആ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുവാനും അവസരമുണ്ട്. എന്നാൽ കോടതി റവന്യൂ റിക്കവറി ഉത്തരവ് പാസ്സാക്കിയതിന് ശേഷം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസ്തുത ഉത്തരവ് റദ്ദാക്കുവാൻ ഒരു പെറ്റീഷൻ MSCTയിൽ ഫയൽ ചെയ്യാമെങ്കിലും ഉത്തരവ് ലഭിക്കുവാൻ കാലതാമസം എടുക്കുമെന്നതിനാൽ ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതം. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ വാഹന ഉടമകളും ഡ്രൈവർമാരും MV ആക്ടിന്റെ വയലേഷൻ ഒഴിവാക്കുകയും കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചാൽ യഥാസമയം കോടതിയിൽ ഹാജരായി യഥാസമയം ആ കേസ് നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. Thank you for watching this video.